ജീവിതത്തിനും മരണത്തിനുമിടയിലുള്ള നൂൽപ്പാലത്തിലൂടെയുള്ള ആ അവസാന 20 മിനിറ്റ്. അതിനു മുമ്പ് എത്തിയ ആശുപത്രിയിൽ ഒരു മണിയുടെ പാതിര ഉറക്കത്തിൽ ഉണരാൻ കണ്ണുകൾക്കോ മനസ്സിനോ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു കാര്യം. പ്രിയതമന്റെ അവസാനത്തെ പ്രാണവായുവും അകത്തേക്കെടുക്കാൻ കഷ്ടപ്പെടുമ്പോൾ രക്ഷിക്കണേ എന്ന് ആർത്തു വിളിച്ച് ആശുപത്രിയുടെ ഭിത്തിയിൽ തട്ടി പ്രതിഫലിച്ചതിന്റെ ശബ്ദം പോലും ഉറക്കത്തെ ഉണർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഉണർത്താനാവും ഈ സംവിധാനത്തെ? നഷ്ടപ്പെട്ട ഭർത്താവിൻ്റെ ഗതി ഇനി ഒരാൾക്കും വരരുതെന്ന് ഉറച്ച ശബ്ദത്തിൽ ബിസ്മറിന്റെ ഭാര്യ പറയുമ്പോൾ ഹൃദയം വിങ്ങിപ്പൊട്ടാതെ നിൽക്കുന്ന മനസ്സുള്ളവരെ വിളിക്കേണ്ട പേര് വേറെയാണ്. ആശുപത്രിയിലാണ് ജോലി ചെയ്യുന്നത്. അർദ്ധരാത്രിയിൽ അവസാന നിമിഷവും മരണവെപ്രാളത്തിൽ എത്തുന്നവരെ തിരിച്ചറിഞ്ഞ് അതിവേഗത്തിൽ ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരുത്തുള്ളവരാകണം ഈ ആശുപത്രിയിൽ ഉണ്ടാകേണ്ടത്. ആശുപത്രിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ ബോധം നഷ്ടപ്പെട്ടു. ഓക്സിജൻ ഇല്ല, CPR കൊടുക്കാൻ ആളില്ല, കൂടെ ആളില്ല. അർദ്ധരാത്രിയിൽ ഏകയായി പാതി വഴിയിൽ പ്രാണൻ നഷ്ടപ്പെട്ട പ്രിയതമനെയോർത്ത്, പിഞ്ചുമക്കളെയോർത്ത് വിങ്ങിപ്പൊട്ടി നെഞ്ചിനകത്ത് ആളിപ്പടർന്ന ആ തീഗോളത്തിൽ ഉരുകിയൊലിച്ച് തീർന്നു പോകുന്നതാണ് കരുണ പറ്റിയ മനസ്സുപേറിയ മനുഷ്യക്കോലങ്ങൾ. ആരോഗ്യമേഖല വളർച്ചയുടെ പടവുകൾ താണ്ടുമ്പോൾ എടുത്തു മാറ്റണം ഇത്തരം ഉറക്കം തൂങ്ങികളായ ആശുപത്രി കാവൽക്കാരെ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ന്യായീകരണം പലതുമുണ്ടാകും. പക്ഷേ നഷ്ടപ്പെട്ട ഭർത്താവിനെ, മക്കളുടെ പിതാവിനെ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ?